അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി പെട്ടെന്ന് കയറി വന്നു. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. നന്നായി, ഹോക്കിൻസ് കൺട്യൂർ ഉണ്ടല്ലോ. ഈ പരസ്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലേ. ഇന്നത് വെച്ച് നമുക്കൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമേ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി വറുത്തെടുക്കുന്നുണ്ട്. ആ സെയിം നെയ്യിലോട്ട് തന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ചെന്ന് പറഞ്ഞാൽ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് വലിയ. അതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നെയ്യിലിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കുന്നുണ്ട്. ആ ക്യാരറ്റിന് പാലിൽ കിടന്നൊന്ന് വേകാൻ സമയം കൊടുക്കണം. അതിനിടയ്ക്കൊന്ന് തുറന്ന് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും പിന്നെ പഞ്ചസാരയും, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 3 ഏലക്ക കുരു കളഞ്ഞതും എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞതല്ല, തോല് കളഞ്ഞ അതുകൂടി ചതച്ചെന്നിട്ടതാണ്. അതും കൂടി നമ്മൾ ആ ക്യാരറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് ഇച്ചിരി പാലൊഴിച്ച് നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ തിളച്ച് വരുമ്പോഴേക്കും കസ്റ്റേർഡ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും അത് ഓഫ് ചെയ്ത് അവിടെ വയ്ക്കുക. ഇനി നമ്മുടെ ക്യാരറ്റിൻ്റെ ഹൽവയിലോട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴേ ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ. അങ്ങനെ ഒരുപാട് നേരം പാലിലേക്ക് കിടന്ന് വെന്ത് നമ്മുടെ ക്യാരറ്റ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു ബൗളെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരലങ്കാരപ്പണി ചെയ്യാണ്. ആദ്യം നമ്മുടെ ക്യാരറ്റ് ഹൽവ വയ്ക്കുന്നു, പിന്നെ നമ്മുടെ കസ്റ്റർഡ് പുഡിംഗ് വയ്ക്കുന്നു, വീണ്ടും ക്യാരറ്റ് ഹൽവ വയ്ക്കുന്നു, പിന്നെ ഒരു ഹാഫ് പോർഷനിൽ കസ്റ്റർഡ് പുഡിംഗ് വയ്ക്കുന്നു, പിന്നെ കുറച്ച് മുന്തിരി കൊണ്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു. ക്യാരറ്റ് എത്ര ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചോ കേട്ടോ. അത്ര ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. മോൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന് കഴിക്കണം. അവന് നല്ല ഇഷ്ടപ്പെട്ട് അവന് ഒരുപാട് ദിവസം കൊണ്ട് പറയണം ആ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് അവൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് കൊടുത്തപ്പോഴേക്കും.